നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. എടി കാർത്തികെ, നിന്റെ കള്ളങ്ങൾ ഓരോന്നായി പൊളിച്ചെടുക്കാൻ പോവാ. നീ ഞെട്ടും. അച്ഛനും അമ്മയും ഇല്ലെന്ന് പറഞ്ഞ് നിന്റെ മുന്നിൽ സ്വന്തം അച്ഛനെയും അമ്മയും കൊണ്ടുവന്ന് നിർത്തുമ്പോ എനിക്ക് കാണണം എല്ലാവരെയും പറ്റിച്ച് ജയിച്ച് മുന്നേറുന്ന നിന്റെ അഹന്ത കയറിയ മുഖത്തിന്റെ പരാജയ ഭാവം. ഇവള് കാരണം നാട്ടിൽ ഇറങ്ങി നടക്കാൻ പറ്റാണ്ടായി, മനുഷ്യരുടെ മുഖത്തൊന്നും നോക്കാൻ പറ്റാതായി. കാണുന്നവർ അടക്കി ചിരിക്കുക. രാജേന്ദ്രൻ മാന്യന, ഒരു വഴക്കിനും വയ്യാവലിക്കും പോകാത്തവനുമാ. പക്ഷേ കുടുംബം നോക്കാൻ അറിയാൻ പാടില്ലാത്തവനാണ് പറയിപ്പിച്ചില്ലേ അവള്. അങ്ങനെയൊന്നും പറയരുത്. എവിടെയായിരുന്നാലും എനിക്ക് എന്റെ മോളെ ഒന്ന് കാണണം. ഇനി അത് സാധിക്കില്ല ശൈലജ. ഞാൻ എല്ലാവരോടും പറയുന്നത് തന്നെ നിന്നോടും പറയുന്നു. നമ്മുടെ മോള് ചത്തു. നമ്മുടെ മനസ്സിൽ നിന്ന് അവള് തന്നെ അവളെ കൊന്നു. അയ്യോ, നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത്? അവളുടെ ചിരിയും കളിയും കണ്ടുകൊണ്ടാണ് നമ്മൾ ജീവിച്ചത്. അതൊക്കെ എനിക്ക് ഇനിയും വേണം, അല്ലാതെ എനിക്ക് പറ്റില്ല. എനിക്ക് ഉറപ്പുണ്ട്, ഞാൻ ദിവസവും വിളിക്കുന്ന ദേവി തന്നെ എന്റെ മോളെ തിരികെ കൊണ്ടുവരും. മരിച്ചുപോയ മക്കളുടെ തന്തയും തള്ളയൊക്കെ ഇങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ ദൈവം വരെ തോറ്റുപോകും ശൈലജയെ. ഒരു പ്രേമത്തിന്റെ പേരിൽ അവൾ ഉണ്ടാക്കി വെച്ച അപമാനത്തിന് ഒരു കയറിൽ ജീവിതം അവസാനിപ്പിക്കേണ്ടത് ഞാനായിരുന്നു. പക്ഷെ എനിക്ക് കഴിഞ്ഞില്ല, സാധിച്ചില്ല. അതിന് കാരണം എനിക്ക് എന്റെ മകൾ നേടിത്തന്ന അപമാനം തന്നെയാണ്. എല്ലാം സഹിച്ച് ജീവനൊടുക്കൊണ്ട് കാര്യമില്ലല്ലോ. സ്നേഹം മാത്രം കൊടുത്ത് വളർത്തിയവരെ ഇത്തരത്തിലാക്കി അവൾ തോൽപ്പിക്കാൻ നോക്കിയാ തോൽക്കാൻ മനസ്സില്ലെന്നും ജീവിച്ച് കാണിക്കണമെന്നുള്ളൊരാഗ്രഹം. അതുകൊണ്ട് മാത്രമാ ഈ രാജേന്ദ്രൻ പോഴത്തരമൊന്നും കാണിക്കാതെ ഇങ്ങനെ പിടിച്ചു നിൽക്കുന്നത്. പകയാ, ദേഷ്യോ? ലാളിച്ച് വളർത്തിയതിന്റെ പേരിൽ പരാതി കേൾക്കേണ്ടി വന്ന ഒരച്ഛനുണ്ടായ പകയും ദേഷ്യവും ഇതങ്ങനെ മാറില്ല ശൈലജ. ഇതിങ്ങനെ കെടാതെ കത്തിക്കൊണ്ടിരിക്കും, എന്റെ ചിത കത്തുന്നത് വരെ. എനിക്കറിയാം, നിങ്ങൾ ഈ കാണിക്കുന്നതും പറയുന്നതും ഒക്കെ അഭിനയ. ഈ മനസ്സ് നിറച്ച് കാർത്തിക മോളോടുള്ള സ്നേഹമാണെന്ന് എനിക്കറിയാം. അത് പ്രകടിപ്പിക്കാൻ അവൾ അടുത്തില്ലാത്തതുകൊണ്ട് ഈ രീതിയിൽ എന്നോട് കാണിക്കുന്നു. സത്യം പറ, എന്നേക്കാൾ കൂടുതൽ മോള് തിരിച്ചു വരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ? ശൈലജ, എനിക്കറിയാം, നിങ്ങളെ ഇന്നും ഇന്നലെയും കാണാൻ തുടങ്ങിയതല്ലോ ഞാൻ. അതന്ന്. ഇന്ന് ഈ രാജേന്ദ്രന്റെ മനസ്സില് എന്റെ ആ മോളില്ല. അവൾ ഞാൻ ഇഷ്ടപ്പെട്ടിരുന്ന, എന്നെ ഇഷ്ടപ്പെട്ടിരുന്ന മോളായിരുന്നെങ്കിൽ ഞാൻ നിശ്ചയിച്ചുറപ്പിച്ച കല്യാണം മുടക്കി കാമുകരോടൊപ്പം പോയില്ലായിരുന്നു. ചെറുപ്പം മുതലേ അവള് കാണിച്ചു കൂട്ടുന്ന കുസൃതികൾക്ക് മറ്റുള്ളവർക്ക് മുന്നിൽ സമാധാനം പറഞ്ഞിട്ടുള്ളവരല്ലേ നമ്മള്. ഇത് കുസൃതിയല്ലല്ലോ, അച്ഛന്റെ അമ്മയുടെ നെഞ്ചത്ത് കത്തി കൊണ്ട് കുത്തിയച്ചുള്ള പോക്കല്ലേ. ഇത് നമുക്ക് മാപ്പില്ല. നിനക്കറിയോ, ഇന്നലെ കരയോഗത്തിലെ സംസാരം ഇതായിരുന്നു. സ്വന്തം മകളെ കെട്ടിച്ചുവിടാൻ മാർഗമില്ലാത്തോണ്ട് ഞാൻ അഴിഞ്ഞാടാൻ വിട്ടതെന്ന്. എന്റെ മൗനാനുഭവത്തോടെ അവൾ ഇറങ്ങിപ്പോയതെന്ന്. ആളെ വിളിച്ചുകൂട്ടി നാട്ടുകാരെ പറ്റിച്ചതിന് ഞാൻ സമാധാനം പറയണോന്ന്. ഇതൊക്കെ ആരാ പറയുന്നത്? നമ്മളോട് ചിരിച്ചു കാണിക്കുന്ന നമ്മുടെ ഈ നാട്ടുകാർ തന്നെ. ഞാനിപ്പോ ഒരു തീരുമാനമെടുത്തിരിക്കുക. എന്നെ വേണ്ടാത്ത ഈ നാട്ടുകാരെ എനിക്കും വേണ്ട. നമുക്ക് കുറച്ചു ദിവസം മോന്റെ അടുത്ത് പോയി നിൽക്കാം. കുറെ നാളായില്ലേ അവിടേക്ക് ചെല്ലണമെന്നും പറഞ്ഞ് അവരെ വിളിക്കുന്നത്. എന്താന്ന് വെച്ചാ എടുത്തോ. ഇനി ഈ തീരുമാനത്തിന് ഒരു മാറ്റവും ഇല്ല. അനു, ആ വീട്ടിലേക്കുള്ള വഴി ഏതാ? അത് പ്രകാശ് പറഞ്ഞു തന്നിട്ടുണ്ട്. പിന്നെ ഫോൺ നമ്പറും ഉണ്ടല്ലോ. എടി കാർത്തികെ, നിന്റെ കള്ളങ്ങൾ ഓരോന്നായി പൊളിച്ചെടുക്കാൻ പോവാ. നീ ഞെട്ടും.
അച്ഛനും അമ്മയും ഇല്ലെന്ന് പറഞ്ഞ് നിന്റെ മുന്നിൽ സ്വന്തം അച്ഛനെയും അമ്മയും കൊണ്ടുവന്ന് നിർത്തുമ്പോൾ എനിക്ക് കാണണം എല്ലാവരെയും പറ്റിച്ച് ജയിച്ച് മുന്നേറുന്ന നിന്റെ അഹന്ത കയറിയ മുഖത്തിന്റെ പരാജയഭാവം. നിന്നെ തോൽപ്പിക്കാൻ തന്നെയടി എന്റെ ഈ യാത്ര. അതിൽ ഞാൻ വിജയം കണ്ടിരിക്കും. വാ. അയൽപക്കത്തൊക്കെ ഒന്ന് പറയണ്ടേ? ഇനി കുറച്ചു നാളത്തേക്ക് നമ്മളിവിടെ കാണില്ലല്ലോ. ഹും, എന്തിനാ നമ്മുടെ മുന്നിൽ നിന്ന് സങ്കടം അഭിനയിച്ചിട്ട് നമ്മൾ ഇറങ്ങുമ്പോ നമ്മളെ പരിഹസിക്കാനോ? ചുറ്റുമുള്ള ഒരാളും നമ്മുടെ നന്മ ആഗ്രഹിക്കുന്നവരല്ല ശൈലജയെ. ഹ്, ചിരിച്ചുകൊണ്ട് കഴുത്തറക്കുന്നവരാ. എനിക്കത് ഒറ്റ ദിവസം കൊണ്ട് മനസ്സിലായി. എത്രയും പെട്ടെന്ന് ഈ നാട് വിടണം. ബാങ്ക് എടുക്ക്. മോളുടെ ജാതകം എഴുതിയപ്പോ ജോത്സ്യം പറഞ്ഞ എന്താ? കൂര വിട്ട് മണിമാളികയിൽ താമസിക്കാൻ അച്ഛനും അമ്മയ്ക്ക് യോഗമുണ്ടെന്ന്. മണിമാളിക പോയിട്ട് ഈ കൂരയിൽ കിടക്കാൻ പോലും നമുക്ക് യോഗം ഉണ്ടാക്കില്ലല്ലോടി നമ്മുടെ മോള്. നീ വാ. പ്രകാശ്, അപ്പൊ അവരിവിടെ ഉണ്ടല്ലേ? ഉണ്ട് ചേച്ചി. ഇത് ആ കാണുന്ന വളവ് കഴിഞ്ഞ് കുറച്ചുകൂടെ മുന്നോട്ട് പോണം. ഈ പറഞ്ഞ കാർത്തികയുടെ അച്ഛന്റെ പേര് രാജേന്ദ്രൻ എന്നാ. അമ്മയുടെ പേര് ഒരു ശൈലജ. ദാ, ഇതാണ് ഫോൺ നമ്പർ. സാധാരണക്കാരാണെന്ന് തോന്നുന്നു മാഡം. എനിക്ക് തോന്നുന്നത് അന്നന്ന് പണിയെടുത്ത് അന്നന്ന് കഴിയുന്നവരാണെന്നാ. ഈ പെങ്കച്ചുണ്ടാക്കിയ മാനക്കേടിൽ നിന്ന് ഇതുവരെ ആ കുടുംബം കരകയറിയിട്ടില്ല. കൊറിയറും കൊണ്ട് ചെന്ന എന്നെ തന്നെ ഓടിച്ചു. ഒരു വിധത്തിലാ അതും കൊടുത്ത് ഞാൻ ഫോൺ നമ്പർ വാങ്ങിച്ചത്. ഒന്ന് തുറന്നു പോലും നോക്കാതെ അയാളത് വലിച്ചെറിയുക ചെയ്തത്. ഓക്കെ പ്രകാശ്, സഹായിച്ചതിന് നന്ദി. അനു, ചിലപ്പോ ഇനി നിന്റെ ആവശ്യം വേണ്ടി വരും. ഞാൻ വിളിക്കാം. എന്താ വേണ്ടെന്ന് പറഞ്ഞാൽ മതി ചേച്ചി, ഞാൻ റെഡിയാ. പോയിട്ട് വാ. കാര്യങ്ങളറിയാൻ ഞാൻ വിളിച്ചോളാം. ശരി. ആ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.